ഫെമിനിച്ചി ഫാത്തിമ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് പടം റിലീസായത്. ഈ പടം എനിക്ക് തിയേറ്ററിൽ കാണാൻ വേണ്ടി പറ്റിയില്ല. ശരിക്കും ഞാനിത് തിയേറ്ററിൽ തന്നെ കാണേണ്ടതായിരുന്നു. എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വലിയ വമ്പൻ പടമൊന്നുമല്ല കേട്ടോ, തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയൊന്നുമല്ല. ഒരു കുഞ്ഞി പടം, 1 മണിക്കൂർ 40 മിനിറ്റ് ആണ് ഈ പടത്തിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ആ പേര് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ എവിടെയല്ലോ ഇതെല്ലാം കേട്ടായിരുന്നു കേട്ടോ, ഏതെല്ലോ അവാർഡിലോ IFFK വന്നിട്ടുണ്ടായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എവിടെയോ കണ്ട പോലെ ഫെമിനിച്ചി ഫാത്തിമ, ആ ടേം തന്നെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് അല്ലേ. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന സാധനമാണല്ലോ ഈ ഫെമിനിച്ചി എന്ന് പറയുന്നത്. സോ ഈ പേര് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഫെമിനിച്ചി ഫാത്തിമ. അപ്പൊ എന്തോ ഒരു സാധനം അതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് ക്ലിക്ക് ആയിരുന്നു ആ സമയത്ത് തന്നെ. പക്ഷെ തിയേറ്ററിൽ വന്ന സമയത്ത് ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് കാണാൻ വേണ്ടി പറ്റിയില്ല. ഞാൻ ഈ അടുത്താണ് ഈ സാധനം കാണുന്നത്. ഈ പടം ഇല്ലേ, ശരിക്കും ഇത് കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞത് പോലെ അല്ല, അതായത് വലിയൊരു എക്സ്പീരിയൻസിന് വേണ്ടി കാണുന്നതല്ല. ചില റിയാലിറ്റീസ് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഇങ്ങനെ ചില സിനിമകൾ ആക്ച്വലി ആവശ്യമാണ്. ഫാസിൽ മുഹമ്മദാണ് ഈ പടം എഴുതിയിട്ടുള്ളതും ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ളതും ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതും. ഒരു നൈസ് ആയിട്ടുള്ള വർക്ക് കിട്ടും. ഇത്രയ്ക്കും സിംപ്ലിസിറ്റി, നമ്മൾ ലാളിത്യം എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഈ ഇറാൻ നല്ല വരുന്ന ചില സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, ഭയങ്കര സിമ്പിൾ ആയിരിക്കും പടം. അങ്ങനെ വലിയ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സിമ്പിളായിട്ട് ഒരു 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 ത്രെഡിൽ അത് പിടിച്ചു തുടങ്ങും, അവസാനം വരെ ആ ത്രെഡ് അതേപോലെ കൊണ്ടുപോകും. നമുക്ക് പോകുന്ന, അതായത് സ്റ്റോറി പോകുന്ന എല്ലാ ലൈനിലും ഉണ്ടല്ലോ ചില റിയാലിറ്റികൾ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് പോകും. ഓക്കെ, ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഗുഡ് ഫീൽ ആയിരിക്കും. യെസ്, ഇങ്ങനെയും ചില ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൊസൈറ്റിയാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇനി ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിലാണ്, അതായത് വളരെ പാരമ്പര്യമായിട്ട് യാഥാസ്ഥിതികമായിട്ട് ജീവിക്കുന്ന മുസ്ലിം ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ സ്റ്റോറി പറഞ്ഞു പോയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരുപാട് ഫാമിലികൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി അറിയാം. കാരണം ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ എനിക്ക് ഇതുപോലത്തെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ വീട് എന്ന് വെച്ചാൽ ഏകദേശം ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് വെച്ചാൽ ഒരു ഫാമിലിയാണ്. ഓക്കെ, ഒരു ഉസ്താദ്, മദ്രസ അധ്യാപകനായിട്ട് ഒരാൾ, അയാളുടെ വൈഫ്, അയാളുടെ 3 കുട്ടികൾ, ഉമ്മ, പിന്നെ അവരുടെ ഒരു ചുറ്റുപാടാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പുറമേ നിന്ന് കാണുന്ന ചില സാധനങ്ങളുണ്ടല്ലോ, അതായത് ഭയങ്കര മതത്തിൻ്റെതായിട്ടുള്ള ചില നിയമങ്ങൾ, അതിനനുസരിച്ച് യാഥാസ്ഥിതികരായിട്ട് ജീവിക്കുന്നില്ലേ, മതം പറയുന്ന റൂൾസ്, മതം പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ അംഗീകരിച്ച് അത് മാത്രം ഫോളോ ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോകുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇവരിലേക്ക് ഇന്നത്തെ ഈ ഒരു നമ്മുടെ കാലഘട്ടം, ഈ ഒരു ഈറ ഡിമാൻഡ് ചെയ്യുന്ന കുറെ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ടെക്നോളജിക്കലായിട്ട് കുറെ മാറ്റങ്ങൾ വരും, നമുക്ക് കൾച്ചറലി കുറെ മാറ്റങ്ങൾ വരും, നമ്മുടെ രീതികൾ മാറും. പക്ഷെ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ, പക്ഷെ അവർക്കും ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഈ പുതിയ കാര്യങ്ങൾ അംഗീകരിക്കേണ്ടി വരുന്നത്, ആ ഒരു മാറ്റം, അത് ശരിക്കും ഈ സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും. അല്ലാതെ നമ്മളൊരു സ്ഥലത്ത് നിന്ന് വളരെ ഫോഴ്സ്ഫുള്ളി ഇവരെ മാറ്റാനായിട്ടോ, അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് മാറുന്നില്ലെന്നൊക്കെ ചിന്തിക്കാനോ, അല്ലാതെ വളരെ ഫോഴ്സ്ഫുള്ളി നമ്മളവരെ പിടിച്ച് മാറ്റാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക. അത് അവരുടെ ലൈഫിനെ എങ്ങനെയാണോ ഈ മാറ്റങ്ങൾ ബാധിക്കുന്നത്, അത് നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ കാണിച്ചു തരുന്നുണ്ട്. വളരെ നൈസ് ആയിരുന്നു. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, എപ്പോഴും ഈ മതത്തിൻ്റെതായിട്ടുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെപ്പോഴും ഇല്ലേ എക്കണോമിക്കലി, ഫിനാൻഷ്യലി ഒന്നുമില്ലാത്തവനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. നല്ല പൈസ ഉള്ളവനും അല്ലെങ്കിൽ അത്യാവശ്യം പൈസ ഉള്ളവനും ഒരു മിഡിൽ ക്ലാസ്സിന് മേലോട്ടുള്ള ആൾക്കാർക്കൊന്നുമില്ലേ ഈ മതത്തിൻ്റെതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും അവരുടെ നിയമങ്ങളും രീതികളൊന്നും അങ്ങനെ വലിയ രീതിയിൽ ബാധിക്കുന്നില്ല. കാരണം ഒരു പരിധി വരെ ഇതിനെ പൈസ വെച്ചിട്ട് ബാലൻസ് ചെയ്ത് പോകും. ഒന്നുമില്ലാത്തവരെയാണ് ഈ പറഞ്ഞ എല്ലാ നിയമങ്ങളും ബാധിക്കുക, പ്രത്യേകിച്ച് മതത്തിന്റെ നിയമങ്ങൾ. അത് ഈ സിനിമയിൽ അങ്ങനെ എടുത്ത് പറയുന്നൊന്നുമില്ല, പക്ഷെ സിനിമ കാണുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഇന്നതാണ് സംഭവം എന്നൊക്കെ ഉള്ളത്. പിന്നെ ഈ സിനിമയുടെ ആർട്ടിസ്റ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, കാസ്റ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഉസ്താദായിട്ട് അഭിനയിച്ച ആശങ്ക, അയാളുടെ പേര് എനിക്ക് പറയണമെന്ന് തോന്നി. അയാളുടെ പേര് കുമാർ സുനിൽ എന്നാണ്. ഇയാളൊരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള അഭിനയം. എന്ത് രസം എന്നറിയോ, നമ്മൾ ഈ ചില സിനിമയിൽ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ ശ്രീനിവാസനെല്ലാം. ആ സിനിമയിലത്തെല്ലാം മുസ്ലിം ക്യാരക്ടേഴ്സിനെല്ലാം ഭയങ്കര എക്സാജറേറ്റഡ് ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് കുറച്ചൊരു പൊടിക്ക് മേലോട്ടല്ലേന്ന്. എന്നാൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. എന്നാൽ ഈ സിനിമയിലേക്ക് വന്നാലുണ്ടല്ലോ ഒരു കറക്റ്റ് ഉസ്താദ് തന്നെ. ഇയാള് ഫാൻ ഇടാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ വിളിക്കുന്ന ഒരു സീനുണ്ട് പോലെ. അത് ആ പടം ആകെ 1 മണിക്കൂർ 40 മിനിറ്റേ ഉള്ളൂ. ഒരു 5-6 തവണ ഈ പെണ്ണുങ്ങളെ വിളിക്കും. എന്തിനാ അറിയാം, ഫാനിന്റെ സ്വിച്ച് ഇടാൻ വേണ്ടി വിളിക്കുന്നത്. അത് ക്ലൈമാക്സിലേക്ക് ചിരിച്ചതായിട്ടായി പോകും. അതുപോലെ തന്നെ എല്ലാം എവറിത്തിങ്, ചെരുപ്പ്, മുണ്ട്, എല്ലാ പരിപാടിയും മനസ്സിലായില്ല. ഈ യാഥാസ്ഥിതികരായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് ഭയങ്കര കോമഡി ആയിരിക്കും ഇത്. അതിൻ്റെ കൂടി മതം, അവരുടെ രീതികളൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഭയങ്കര കോമഡി ആയിരിക്കും. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ കൂടി പോകുന്ന ആൾക്കാരുടെ ലൈഫ് എന്ന് വെച്ചാൽ ദുരന്തമായിരിക്കും. ആക്ച്വലി അവരെ സംബന്ധിച്ച് ഭയങ്കര സ്ട്രഗിളിങ് ആയിരിക്കും. പക്ഷെ അവർക്ക് ഒരിക്കലും അത് പൊളിച്ച് പുറത്തു വരാനും പറ്റില്ല. അവർക്ക് അങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ ഒന്നും ബ്രേക്ക് ചെയ്ത് വരാൻ വേണ്ടി പറ്റില്ലല്ലോ. മതത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് മതത്തിനെ വിമർശിക്കാന്ന് വെച്ചാൽ നല്ല പണി കിട്ടും അവർക്ക്. മറ്റുള്ള കമ്മ്യൂണിറ്റി പോലെ അല്ലല്ലോ. ഇപ്പൊ ഹിന്ദുസിന്റെ എല്ലാ ഇടയിലാണെങ്കിൽ ഈ നമ്മൾ ഈ പറയുന്ന നവോത്ഥാനം ഒക്കെ പറയുന്നത് പോസിബിൾ ആണ്. നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് സമരം ചെയ്തോ നമുക്ക് നമ്മുടെ വ്യക്തി നിയമങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളെല്ലാം ഒരു പരിധി വരെ നമുക്ക്
ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ മറ്റുള്ള ചില കമ്മ്യൂണിറ്റിയിലേക്കെല്ലാം പോകുന്ന സമയത്ത് ഒരു പരിധിയിൽ കൂടുതൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അങ്ങനെ അല്ലാത്ത ആൾക്കാരും ഉണ്ടാകും, റിബൽസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ലേ, എക്സ് മുസ്ലിം എന്നുള്ള പറഞ്ഞിട്ട് ഈ നിരന്തരം ഫൈറ്റ് ചെയ്യുന്ന കുറെ ടീംസ് എല്ലാം ഉണ്ടല്ലോ. പക്ഷെ ഈ പടം എന്ന് വെച്ചാൽ അങ്ങനെ വലിയ അടിയോ ഫൈറ്റോ കാര്യങ്ങളൊന്നുമല്ല, വളരെ നോർമലായിട്ട് ഓർഗാനിക് ആയിട്ട് ഒരു ഫാമിലിക്ക് വരുന്ന മാറ്റമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാധനം, പ്രത്യേകിച്ച് ആ ഉസ്താദിന്റെ പെർഫോമൻസ്. പിന്നെ അവരുടെ വൈഫായിട്ട് അഭിനയിച്ച ലേഡി ഷംല ഹംസ എന്നാണ് ആർട്ടിസ്റ്റിന്റെ പേര്. അവർക്ക് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടി ഈ സിനിമയിലും. ഓക്കെ, അപ്പോൾ വളരെ എന്താണ്, നമ്മൾ ഇങ്ങനെ തള്ളിക്കളയേണ്ട പടമൊന്നുമല്ല, ശരിക്കും നല്ല രസമാണ് അവരെ ആക്ടിങ് കണ്ടിരിക്കാനായിട്ട്. നമുക്ക് ഈ പടത്തിൽ എവിടെയും ഇല്ല ആൾക്കാരെ ഇങ്ങനെ വന്ന് അഭിനയിക്കുന്നതായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. ആ ഒരു ചുറ്റുപാട് പൊന്നാനിയിലാണ് ഈ പടം ഷൂട്ട് ചെയ്തിട്ടുള്ളത്, ഒരു കടപ്പുറം സൈഡിലാണ്. നല്ല രസമാണ് കേട്ടോ. അതായത് ഈ സിനിമ ഇങ്ങനെ എന്റർടൈൻ ആക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കളർഫുൾ ആക്കാനായിട്ടുള്ള ഒരു എലമെന്റും പടത്തിലില്ല. പക്ഷെ അത് കണ്ടിരിക്കാൻ വളരെ കൂളാണ്. അതായത് പ്രത്യേകിച്ച് ഗിമിക്സും ഒന്നുമില്ലാതെ നൈസ് ആയിട്ടൊരു പടം കണ്ടിരിക്കുന്ന ഒരു ഫീല്. അപ്പോൾ ഇതിൽ ഈ ഇവരുടെ അയൽവാസികളായിട്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരല്ലോ, ഒരു സുഹൃതം പറഞ്ഞിട്ടൊരു പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, അവരുടെ പെർഫോമൻസ്. പിന്നെ ഓരോ ആളെയും അവിടെ മീൻ വിൽക്കാൻ വരുന്ന ആള്, ഒരു ബെഡ് ഓർഡർ വരുന്ന ചങ്ങായി, ഇതെല്ലാം, പിന്നെ ഈ സ്ക്രാപ്പ് എടുക്കാൻ വരുന്ന ഒരു ചേച്ചിയിലുണ്ട്. അവരുടെ ഓരോ ആൾക്കാരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ നോക്കി കഴിഞ്ഞാൽ നല്ല രസമാണ്. പിന്നെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിന്റെ ക്ലൈമാക്സിൽ വേറൊരു ഉസ്താദ് വരുന്നുണ്ട്, ഒരു വീടിന് കുറ്റിയടിക്കാൻ വരുന്നുണ്ട്. അത് നമ്മൾ ശരിക്കും ചിരിച്ചു സൈഡായി പോകും. അപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ചാല്, എന്റെ ക്ലാസ്മേറ്റ് ആയിട്ട് ഇങ്ങനെ കുറച്ച് ഒരു ആളുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഉസ്താദിന്റെ മോനായിട്ട്. അപ്പൊ ഇവന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുള്ളത് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഓർത്തോർത്ത് ചിരി വരും, മനസ്സിലായില്ലേ? പക്ഷെ അങ്ങനെ കളിയാക്കുന്ന രീതിയിലൊന്നും അല്ല കേട്ടോ, യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെയാണ്. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിന്റെ ടൈറ്റിലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫെമിനിസം ഇങ്ങനെയും പോസിബിൾ ആണ്, മനസ്സിലായില്ലേ? അപ്പോൾ ആൾക്കാർ ഇങ്ങനെ സ്വയം പര്യാപ്തരാകുന്നു, ആണുങ്ങളെ പോലെ തന്നെ സ്ത്രീകളും അവരുടെ സ്വന്തം കാലിൽ ഇരിക്കാനും അവർ ഏൺ ചെയ്യാനും തുടങ്ങുന്നു, അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നൊക്കെ ഉള്ളത്. അറ്റ്ലീസ്റ്റ് അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവെങ്കിലും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു എന്താണ് ഒരു പവർ ഉണ്ടാക്കിയെടുക്കുന്ന വെച്ചാൽ നല്ല കാര്യമാണ്. ആ ഒരു മീനിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ യെസ്, ഇതൊരു സോ കോൾഡ് ഫെമിനിസ്റ്റ് ഫാത്തിമയാണ്. ബട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അല്ല വലിയ അക്രമം ഇതാക്കിട്ടോ അല്ലെങ്കിൽ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് അങ്ങനെയൊന്നും അല്ല. ഓർഗാനിക്കലി ഈ ഒരു മാറ്റം എങ്ങനെ സംഭവിക്കുന്നുള്ളത് നല്ല രീതിയിൽ സ്ക്രീനിൽ കാണിച്ചു തന്നിട്ടുണ്ട്. വണ്ടർഫുൾ ആയിട്ടുള്ളൊരു പടം. ഇതിന്റെ ചില ഷോർട്സും ഈ പറയുന്ന ട്രോളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ വല്ലാണ്ട് കയറി വരുന്നുണ്ട്. കണ്ടു നോക്കുക കേട്ടോ, 1.5 മണിക്കൂർ നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല, നൈസായിട്ട് കണ്ടിരിക്കാം, ഒരിക്കലും ബോറടിപ്പിക്കില്ല. വളരെ കൂളായിട്ടുള്ള ഒരു പടം. മ്യൂസിക്, ക്യാമറ, ഇതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ അധികം സമയം കിട്ടില്ല. എന്ന് വെച്ചാൽ അത് ബെസ്റ്റ് ആയിരുന്നാണ് അതിന്റെ അർത്ഥം. മീൻസ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് വീക്ക് ആകുന്ന സമയത്താണ് നമ്മൾ എന്തൊരു വിഷ്വൽ, അല്ലെങ്കിൽ എന്തൊരു ക്യാമറ, എന്തൊരു എഡിറ്റിംഗ്, അങ്ങനെയെല്ലാം ചിന്തിക്കാൻ വേണ്ടി പോകും. നമുക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല. പടം തുടങ്ങി അവസാനിച്ചു, ഒറ്റ പോക്കാണ്. സോ കണ്ടു നോക്കുക, ഒരിക്കലും ബോറടിപ്പിക്കില്ല, വെറുപ്പിക്കില്ല. പ്രത്യേകിച്ച് എന്താണ് ഫാമിലി ആയിട്ട് തന്നെ ഇരുന്ന് കണ്ടു നോക്കോ. പല കാര്യങ്ങളും ഇറസ്പെക്റ്റീവ് ഓഫ് കമ്മ്യൂണിറ്റി നമുക്ക് പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഫാമിലി, ആ ഒരു സെറ്റപ്പിൽ ജീവിക്കുന്ന ആൾക്കുണ്ടല്ലോ, ഭാര്യ ഭർത്താവ്, ആ ഒരു സെറ്റപ്പ്, ഭർത്താവ്, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, പല കാര്യങ്ങളും മനസ്സിലാവും. അപ്പൊ ഒരു റീതിങ്ക് ചെയ്യാനുള്ള അവസരമായിട്ട് ഈ പടം കാണുക. ഗുഡ് നൈസ് അറ്റംപ്റ്റ് ഫാസിൽ മുഹമ്മദ്. ഈ ചങ്ങയുടെ ഒരു വെബ് സീരീസ് ഉണ്ട്, ട്യൂഷൻ വീട് എന്നുള്ള മറ്റു, അത് ചെയ്തിട്ടുള്ള ആളാണ്. സോ കണ്ടു നോക്കുക, നല്ല പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗ്രേറ്റ്, ഐ ലൈക്ക് ഫെമിനിസ്റ്റ് ഫാത്തിമ.